ഇസ്ലാമിന്റെ പടയാളികൾ എന്നായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഇറാന്റെ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുല്ല ഖുമൈനി വിശേഷിപ്പിച്ചത്. എവിടെയായിരുന്നാലും നിങ്ങളിലുള്ള സ്വത്വത്തിൽ നിന്നും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാത്താന്മാരിൽ നിന്നും നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്നതായിരുന്നു അവർക്ക് അദ്ദേഹം കൊടുത്തിരുന്ന ഉപദേശം. ആ ഉപദേശം അവർ എല്ലാ കാലത്തും പിന്തുടർന്നു. ഇന്ന് IRGC എന്നത് കേവലം ഒരു സമാന്തര സൈനിക സാന്നിധ്യം മാത്രമല്ല, ആധുനിക പശ്ചിമേഷ്യയുടെ ഗതിയെ തന്നെ നിയന്ത്രിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു സംവിധാനമാണ്. ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ പോലും സ്വാധീനം ചെലുത്തുന്ന നിർണായക ശക്തി. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ രാജവാഴ്ച ഇല്ലാതാക്കി ഭരണത്തിലേറിയ ശേഷം ആയത്തുള്ള റൂഹുല്ല ഖുമൈനി ആദ്യമായി രൂപം കൊടുത്ത വിഭാഗങ്ങളിലൊന്ന് IRGC ആയിരുന്നു. ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു അവരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം. അന്നു മുതൽ ഇന്ന് വരേക്കും അവരത് കൃത്യമായി ചെയ്തു പോരുന്നു. സമാന്തര സൈനിക സംവിധാനം എന്ന നിലയ്ക്കായിരുന്നു IRGC രൂപീകൃതമായത്. എങ്കിലും ഇന്നവർ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഏറ്റവും ശക്തമായ ഘടകമാണ്. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഭരണത്തിലേറിയ റൂഹുല്ല ഖുമൈനിയുടെ ഭരണ നേതൃത്വത്തിന് മുന്നിൽ ആർത്തേഷ് എന്ന ഔദ്യോഗിക സൈന്യം ഉണ്ടായിരുന്നെങ്കിലും അവരുടെ കൂറ് പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടത്തായിരിക്കാമെന്ന് അവർ സംശയിച്ചിരുന്നു. അങ്ങനെയാണ് IRGCയുടെ രൂപീകരണത്തിന് വഴിയൊരുങ്ങുന്നത്. 1980-88 ഇറാൻ ഇറാഖ് യുദ്ധമാണ് IRGCയെ ശക്തമായ സേനയാക്കി മാറ്റിയത്. അമേരിക്കയോടും ഇസ്രായേലിനോടും നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പര്യാപ്തമായ രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട IRGCക്ക് കരസേന, നാവികസേന, വ്യോമ ബഹിരാകാശ സേന, ഖുദ്സ് ഫോഴ്സ്, ബാസിജ് മിലീഷ്യ എന്നിങ്ങനെ 5 പ്രധാന വിഭാഗങ്ങളാണ് ഉള്ളത്. അറേബ്യൻ കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള ഇറാന്റെ സമുദ്ര അതിർത്തികളിൽ പട്രോളിംഗ് നടത്തുന്നത് IRGC നാവികസേനയാണ്. പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള കമാൻഡിന് കീഴിലുള്ള IRGC ഇറാനിലെ മറ്റേത് സുരക്ഷാ വിഭാഗങ്ങളെക്കാളും രാജ്യത്തിന്റെ വിദേശ സുരക്ഷാ നയങ്ങളുടെ ദിശയെ സ്വാധീനിക്കാനുള്ള വിഭവങ്ങളും കഴിവുമുള്ള സേനയാണ്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് IRGCയുടെ കീഴിൽ ഏകദേശം 1,90,000 പരിശീലനം ലഭിച്ച സൈനികരുണ്ട്. ഇറാന്റെ സാധാരണ സൈന്യത്തിന്റെ പകുതിയോളം വരും ഇത്. രാജ്യത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലുകയും മുൻകാലങ്ങളിൽ പരിഷ്കരണവാദികളായ രാഷ്ട്രീയക്കാരെ എതിർക്കുകയും ചെയ്തിട്ടുള്ള IRGC ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശത്രുക്കളെ നിർവീര്യമാക്കുകയും രാജ്യത്തിന്റെ സ്വാധീനം വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രഥമ ലക്ഷ്യമായി കാണുന്നത്. കേവലം ഒരു സായുധ സേന എന്നതിലുപരിയായി ഇറാനിനുള്ളിലെ ഒരു സമാന്തര ഭരണ സംവിധാനമായി, ഒരു ഡീപ് സ്റ്റേറ്റ് ആയി പോലും IRGC മാറിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 600 മുതൽ 900 കോടി ഡോളറാണ് IRGCയുടെ വാർഷിക ബജറ്റ്. ഇറാന്റെ ഔദ്യോഗിക സൈനിക ബജറ്റിന്റെ 40% വരും ഇത്. ഇറാനിയൻ സമ്പദ്വ്യവസ്ഥയിലുടനീളവും IRGCക്ക് സ്വാധീനമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജം, സാങ്കേതിക വിദ്യ, ടെലികോം, ധനകാര്യം എന്നിങ്ങനെ പ്രധാന മേഖലകളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സേനയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവർ തന്നെയാണ് നിലവിലെ ഇറാൻ ആക്രമണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്.